ഉപയോഗശൂന്യമായ റെഫ്രിജറേറ്ററുകൾ മുട്ടകൾ വിരിയാൻ ഉപകരിക്കുന്ന ഇൻക്യുബേറ്ററുകളാക്കി മാറ്റി ജീവിതവൃത്തിക്കുള്ള വരുമാനം കണ്ടെത്തുകയാണ് ആലപ്പുഴ കൊമ്മാടി സ്വദേശികളായ ജോസ് ഉഷ ദമ്പതികൾ. നിർമ്മാണ ചെലവും വൈദ്യുതി ഉപയോഗവും ഗണ്യമായി കുറയ്ക്കുന്ന റെഫ്രിജറേറ്ററുകൾ കൊണ്ടുള്ള ഇൻക്യുബേറ്ററിനായി നിരവധി ആവശ്യക്കാർ ഈ ദമ്പതികളെ തേടിയെത്തുന്നു. കൊമ്മാടി പുലിക്കാട്ടിൽ വീട്ടിൽ ജോസ് എന്ന വിദേശ മലയാളി സ്വയം തൊഴിൽ സംരംഭമായി ആരംഭിച്ച കാടക്കോഴി വളർത്തൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഉപയോഗശൂന്യമായ റെഫ്രിജറേറ്റർ ഉപയോഗിച്ച് ഇൻക്യുബേറ്റർ തയ്യാറാക്കിയത്. സ്വന്തമായി രൂപപ്പെടുത്തിയ ഇൻക്യുബേറ്ററിലൂടെ നൂറുകണക്കിന് കാടക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയതോടെ കോഴി, താറാവ് എന്നിവയുടെ മുട്ടകളും ഇതിലൂടെ ജോസ് വിരിയിച്ചു തുടങ്ങി. റെഫ്രിജറേറ്ററിന്റെ ഫ്രീസർ എടുത്തു മാറ്റി മുട്ടകൾ നിരത്തി വയ്ക്കാൻ കഴിയുന്ന പ്രത്യേകം തട്ടുകൾ ഒരുക്കി ചൂട് നിയന്ത്രിക്കാൻ ഹീറ്റിംഗ് കോയിൽ, തെർമോസ്റ്റാറ്റ്, സർക്കുലേറ്റിംഗ് ഫാൻ എന്നിവ ക്രമീകരിച്ചാണ് ഈ ഇൻക്യുബേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. വായു സഞ്ചാരം സുഗമമാക്കുന്നതിന് എയർ പമ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരേ സമയം 160 മുട്ടകൾ വരെ ഇതിൽ വിരിയിച്ചെടുക്കാൻ കഴിയും. ആക്രി കടകളിൽ നിന്നും മറ്റുമായി നിസാര വിലയ്ക്കാണ് ജോസും ഉഷയും റെഫ്രിജറേറ്റർ സംഘടിപ്പിക്കുന്നത്. വൈദ്യുതി ഉപയോഗം തീരെ കുറവായ ഇൻക്യുബേറ്റർ തേടി കേരളത്തിന് പുറത്തുനിന്ന് പോലും ആവശ്യക്കാർ എത്തുന്നുണ്ടെന്ന് ജോസ് പറയുന്നു. ഇതിനകത്ത് ചെയ്തപ്പോൾ നല്ല സക്സസ് ആയി. ഒരു 100 മുട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 85 മുട്ട 90 മുട്ടയൊക്കെ വിരിഞ്ഞ് കയറുന്നുണ്ട്. മുമ്പ് ചെയ്ത തെർമോക്കോണ്ട ബോക്സും മറ്റേ പഴയ അലുമിനിയം ബോക്സൊക്കെ എടുത്തിട്ട് അത്രയും സക്സസ് ആയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് എഫിഷ്യൻസിയും കൂടുതലാണ്. കാരണം വെച്ചാൽ നല്ല ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് കറണ്ട് കൺസപ്ഷൻ കുറവാണ്. പിന്നെ ഒപ്പം ഇതിൻ്റെ സർക്കുലേഷൻ ഫാനും അതും ഇതും എല്ലാം ഉള്ളതുകൊണ്ട് വളരെ എഫിഷ്യൻ്റായിട്ട് മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ള 20ഓളം ഇൻക്യുബേറ്ററുകൾ ജോസ് ഉഷ ദമ്പതികൾ ആവശ്യക്കാർക്കായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഈ ഇൻക്യുബേറ്റർ വഴി വീട്ടിൽ വിരിയിച്ചെടുക്കുന്ന നാടൻ കോഴി, താറാവ്, കാട തുടങ്ങിയവയുടെ വിൽപ്പനയും ഇവരുടെ വരുമാന മാർഗമാണ്. ആവശ്യക്കാർ അധികമുള്ളതിനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത റെഫ്രിജറേറ്ററുകൾ കൂടുതലായി ലഭിക്കുന്ന മുറയ്ക്ക് ഇൻക്യുബേറ്റർ സംരംഭം വിപുലപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജോസും ഉഷയും. ആർ മാനസൻ, സൂര്യ ന്യൂസ്, ആലപ്പുഴ.